നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്സ് എടുക്കുക. ഞാൻ ദേ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റീസെൻ്റ്ലി ഒരു മോർണിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇതെന്താണെന്നുള്ളതൊക്കെ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചധികം സ്റ്റിക്സ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിക്കിൻ്റെ എണ്ണവും ലെങ്ത്തും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്കെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കോറാണ്. എന്നിട്ട് ഈ ഒരു 2 പീസ് എടുത്തിട്ട് ജസ്റ്റ് പ്ലസ് സൈനില്ലേ ആ ഒരു രീതിയിൽ ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു 4-5 സെറ്റ് പ്ലസ് സൈൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എല്ലാം ഒരേപോലെ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കിട്ടാനായിട്ട് ഒന്ന് ഡെമോ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ റൂമൊക്കെ ഭയങ്കര പ്ലെയിൻ ആണ്, വോൾസിൽ വേറെ ഡെക്കോസും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ റൂമിനൊരു കോസി ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് ഇങ്ങനത്തെ ഡെക്കോസൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്കും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഉണങ്ങാനായിട്ട്. എന്നിട്ട് ഇതിനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വോളിലേക്ക് ഒന്ന് സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിലേക്ക് ഹാങ്ങിങ് പ്ലാന്റ് ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. അത് ആർട്ടിഫിഷ്യൽ ആയാലും ലിവിങ് ആയാലും നല്ലതായിരിക്കും. ലിവിങ് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും ഒരു പോട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ആ എൻഡ് അതിലേക്ക് നിർത്തിയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ലുക്ക് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ്